എൻ്റെ പേര് റഷീദ് പാറയ്ക്കൽ എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി സ്വദേശിയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പുന്നൂർകുളത്ത് അൻസാർ എന്ന് പറയുന്ന കോളേജിൽ ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാവരും കാണാനും അവരുമായിട്ട് പരിചയപ്പെടാനും വിദ്യാർത്ഥികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും സാധിച്ചു. എഴുത്തിലൂടെയും സിനിമാ മേഖലയിലൊക്കെയാണ് നീക്കുന്നത്. ഒരു 12ഓളം നോവലുകൾ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ നോവലിന് ആ വർഷത്തെ തനിമ പുരസ്കാരമൊക്കെ കിട്ടിയ നോവലാണ് ഒരു തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങൾ. തുടർന്ന് ഷോർട്ട് ഫിലിമിലൂടെ സിനിമാ മേഖലയിലെത്തി. സമീർ എന്ന സിനിമയാണ് ആദ്യത്തെ സിനിമ. അത് ദുബൈയിലായിരുന്നു ചിത്രീകരിച്ചത്. രണ്ടാമത് ചിത്രീകരിച്ചത് ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച മനോരാജ്യം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഗോവിന്ദ് പത്മസൂര്യ GP നായകനായിട്ട്. മൂന്നാമത് കുട്ടൻ്റെ ശിവഗാമി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. പിന്നെ പാട്ടുകൾ എഴുതാറുണ്ട്. അതിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു പാട്ടാണ് മഴചാറും ഇടവഴിയിൽ എന്ന് പറയുന്ന ഒരു ഗാനം. വിദ്യാധരൻ മാഷ് ആരംഭിച്ച ഒരു ഗാനം. ഇങ്ങനെയൊക്കെ കടന്നു പോകും. എൻ്റെ പേര് ബീന കൊന്നക്കാട്. ഇവിടെ തമ്പ്രാമ്പടി അടുത്ത്, അതായത് ഗുരുവായൂരടുത്ത് പിന്നെ കാവീട്ടിൽ ആണ് ഇപ്പോൾ താമസിച്ച് വരുന്നത്. ഇപ്പോൾ അൻസാർ കോളേജിൻ്റെ ആർട്സ് ഫെസ്റ്റിവലിന് ചീഫ് ഗസ്റ്റായിട്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഞാൻ ഇങ്ങനെ ചീഫ് ഗസ്റ്റൊക്കെ ആയിട്ടുള്ള ഫംഗ്ഷൻ. അതിന് വളരെയധികം സന്തോഷം. ഞാൻ ഒരു കഥാകാരിയാണ്. ഈ ഏപ്രിൽ 7-നായിരുന്നു എൻ്റെ ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ പേരാണ് അറീതയുടെ ആട്ടിൻകുട്ടി. കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ട് അത് പ്രകാശനം ചെയ്തു. P. സുരേന്ദ്രൻ സാറാണ് പ്രകാശനം ചെയ്തത്. സാഹിത്യ പബ്ലിക്കേഷൻസാണ് അത് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടൊരു പുസ്തകം ഇറക്കിയെന്ന് ഉള്ളൊരു മനോതൃപ്തി ഉണ്ട്. അതാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഒരു നോവൽ എഴുതുന്നുണ്ട്, ആനുകാലികങ്ങളും എഴുതാറുണ്ട്. സൈഫുദ്ദീൻ PM, അദ്ദേഹം UGC, നെറ്റ്, JRF ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ പരിസരവാസിയായ വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഈ പരിപാടിയിൽ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ കലാപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ കൊണ്ടുപോകും നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ. അതും സൈഫുദ്ദീനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ അൻസാർ സ്ഥാപനത്തിൽ നിരന്തരമായി എല്ലാ ദിവസവും കളിക്കാൻ വന്നിരുന്ന ഒരു വ്യക്തി, ഒരു പിന്നെ നമ്മുടെ കളിക്കൂട്ടുകാരനാണ്. പിന്നെ നമ്മൾ നിരന്തരമായി വോളിബോൾ കളിക്കാൻ വന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് സൈഫുദ്ദീൻ. ഞാൻ അറിയാതെ പോയതാണ്. ഈ JRF കിട്ടിയതിന് ശേഷമാണ് സൈഫുദ്ദീനെ നമ്മുടെ കോളേജിൽ നിരന്തരമായി പിന്നെ സന്ദർശകരും കളിക്കളത്തിലുള്ള ആളാണ് മനസ്സിലാക്കിയത്. അതിലുപരിയായിക്കൊണ്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് മകനും കൂടിയാണ് സൈഫുദ്ദീൻ. അറിയപ്പെടാതെ പോയതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് കഴിവുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത്. സൈഫുദ്ദീന് വല്ല പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ച് വലിയ ഉയർന്ന ലെവലിലൊക്കെ വിദ്യാഭ്യാസം ലഭിച്ചുകൊണ്ടാണ് ഈ JRF ഏറ്റവും കിട്ടിയതെന്ന് അങ്ങനെ അറിയുന്നത് അല്ലേ? സൈഫുദ്ദീൻ SLC പഠിച്ചത് നിങ്ങൾക്ക് അറിയോ? SLC സൈഫുദ്ദീൻ വല്ല പിന്നെ ഗവൺമെന്റിലോ അല്ലെങ്കിൽ വലിയ ഉന്നത ഉദ്യോഗസ്ഥോ നമ്മുടെ വന്നേരി സ്കൂളിൽ പഠിച്ചുകൊണ്ടാണ് പിന്നെ സൈഫുദ്ദീൻ JRF വരുന്നത്. വന്നേരി സ്കൂളിൽ SLC പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ചിലപ്പോൾ പാലപ്പെട്ടിന്നാലേ വന്നിരുന്ന കുട്ടികളായിരുന്നു. എനിക്കൊക്കെ സൈഫുദ്ദീന്റെ പോലെ ആ ഉയർന്ന ലെവലിൽ എത്തിപ്പെടാമെന്ന് വിചാരിക്കുന്നില്ല. വിചാരിച്ചാൽ കഴിയുമെന്നാണ് ഈ ഉത്തമ ഉദാഹരണം നമ്മൾ മുന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ സാധാരണ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ ഉദ്ഘാടന സെക്ഷൻ എന്തുകൊണ്ടും പ്രസക്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമതായിക്കൊണ്ട് എനിക്ക് തോന്നുന്നൊരു വ്യത്യസ്തത, പിന്നെ ഇവിടെ എന്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾ ഒരുപാട് കഴിവുള്ള കുട്ടികളാണ്. അവർ പരിപാടികൾ ഒരു മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്. അതിലുപരിയായിക്കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു ടീം കൂടെ ഇരിക്കുന്നുണ്ട്, വേറെ ടീം കൂടെ ഇരിക്കുന്നുണ്ട്. അവരുടെ കലാപരിപാടി നമുക്ക് കാണാൻ പോവാം. നിങ്ങളും ചിലപ്പോൾ അവർ തമ്മിൽ ഏജ് വ്യത്യാസം ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നിട്ട് പോലും കോളേജിൽ ഞാൻ പറഞ്ഞിരുന്നു അവരുണ്ട്, അവർ ക്ലാസ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ കുട്ടികളുണ്ട്, പേഷ്യന്റ് ഡിസൈൻ കുട്ടികൾ നമ്മുടെ ഈ വേദിയിൽ നിന്ന് കലാപരിപാടിയുമായി മാറ്റിവെക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഏജ് അന്തരം ഇത്തരത്തിലെ കലാപരിപാടികൾക്കോ നമ്മുടെ മത്സരത്തിക്കോ ഒന്നും വ്യത്യസ്തമല്ല. അവർ നമ്മളോടൊപ്പം കൂടിച്ചേർന്ന് നമ്മുടെ പരിപാടി, നമ്മുടെ ഭാവന അല്ലെങ്കിൽ നമ്മുടെ
അഭിരുചികൾ വ്യത്യസ്തമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ മത്സരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രായമോ ഒന്നും പിന്നെ ഒരു പ്രശ്നമല്ല തെളിയിക്കുന്ന രീതിയാണ് നമ്മുടെ ഇന്നത്തെ ഈ മത്സരങ്ങളുടെ ഈ ആർട്സിൽ നടക്കാവുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തവും പിന്നെ വളരെ അഭിനന്ദനീയവുമാണ് നമ്മുടെ ഈ പരിപാടി എന്ന് മാത്രം നിങ്ങളുടെ മുന്നിൽ ഉണർത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വിശേഷിച്ച നമ്മുടെ വിശേഷതകൾക്ക് അൻസാർ കുടുംബത്തിലെത്തിയതിൽ നല്ല സന്തോഷം ഏർപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പാത്രം നൽകി കഥയുടെ വീടായി നൽകി കൊച്ചിന് തന്നെ പ്രാക്ടീസ് നൽകി അമ്മേ തർക്കമന്താരണേ. അപ്പോ പറഞ്ഞു വരുന്നത് 150 പാട്ടുകൾ എഴുതാൻ ബാക്കിയുണ്ട്. പൈസ എഴുതുന്നുണ്ട്. അതിൽ 100 പാട്ട് എന്റെ പേരിൽ ഞാൻ തന്നെ എഴുതുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ഏറ്റവും അടിയിൽ എഴുതി കാണിക്കുക. എല്ലാവരും ഞാൻ നവാസ് പാടുന്നത് അവന്റെ പാട്ടാണ്. അവസാനം 100 പാട്ട് HLC-കാര് ഒരു പുസ്തകമാക്കി. ആ പുസ്തകമാക്കിയപ്പോൾ എൻ്റെ ആദ്യത്തെ പുസ്തകം ഇറങ്ങി. ചുരുക്കി പറയാം, ഞാൻ വന്ന വഴി വന്ന് പറഞ്ഞതാണ്. അങ്ങനെ പാരഡി എഴുതുന്ന കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നീ നല്ല പാട്ട് എഴുതണം. അങ്ങനെയാണ് ശിവരാമ നാഗലശ്ശേരി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു മ്യൂസിക് ഇട്ട് തരാം, നീ എഴുതുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുതാം, ശ്രമിച്ചു നോക്കാം. അങ്ങനെ അദ്ദേഹം കീബോർഡിൽ ഇങ്ങനെ ട്യൂണിൽ ഇടുന്ന സമയത്ത് ഞാൻ എഴുതിയ വരിയാണ് നേരത്തെ കേട്ടത്. കാത്തിരുന്ന് കുഴഞ്ഞു പോയത് നീയറിഞ്ഞില്ലേ, കൂടൊഴിനുള്ളിൽ പറന്നു പോയത് നീ തനിച്ചല്ലേ, ഏറെ നാളായി ഞാൻ കൊതിപ്പു നീ വരുകില്ലേ, കണ്ണുനീരിൽ തോണിയും തീരാൻ തളർന്നില്ലേ, ഞാൻ നിനക്ക് താഴ്ന്നു തോൽക്കണക്കൂട് വച്ചോളാം, എന്റെ റൂഹും നിന്റെ ചാരേ ഞാൻ അയച്ചോളാം, മഴച്ചാറും ഇടവഴി. കുറെ ആൾക്കാർ കേട്ടല്ലേ? അത് ഫേമസ് ആക്കിയത് റാസാ ബീഗം എന്ന് പറയുന്ന റാസ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ്. അവന്റെ പാട്ടാണ് പലരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അതിനുശേഷം റാസയ്ക്ക് വേണ്ടി മിഴി കൊണ്ട് മാത്രം പ്രണയം പറഞ്ഞാൽ അറിയാതെ നമ്മൾ അകന്നെങ്കിലോ എന്നുള്ള പാട്ട് വൈറലാണ്. പിന്നെ കണ്ണോണ്ടൊരു കൊളുത്ത് കോർത്തത് ആദ്യം ഞാനല്ല. അങ്ങനെ അങ്ങനെ കുറച്ച് പാട്ടുകൾ പിന്നീട് സിനിമയ്ക്കൊക്കെ വേണ്ടി പാട്ട് എഴുതാൻ ധൈര്യം കിട്ടി. ഞാൻ ചുരുക്കുകയാണ്. പറഞ്ഞു വരുന്നത്, ആഗ്രഹവും ആത്മവിശ്വാസവും സ്ഥിരോത്സാഹത്തോടു കൂടിയ പ്രവർത്തനവും ഉണ്ടെങ്കിൽ അന്ന് അമ്മായി പറഞ്ഞത് തിരുത്താൻ സാധിക്കുന്നു. നമുക്കൊരാഗ്രഹം വേണം, എനിക്ക് എന്തെങ്കിലും ആവണം എന്ന്. ഒരു ചെറിയ കാര്യം കൂടി, എൻ്റെ വീട്ടിൽ, നിങ്ങളെ പല വീട്ടിലും പോലെ വീട്ടിൽ വെള്ളം കയറും. 4ാമത്തെ പിറന്നാളിൻ്റെ അന്ന് ബോംബ് പൊട്ടി ആ കുഞ്ഞ് വീട്ടുകാർ മരിച്ചുപോയി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഞാൻ എഴുതിയ ചില വരികൾ ഒന്ന് ചൊല്ലാം. അതെന്തിനാന്ന് ചോദിച്ചാൽ, കേവലം നമ്മളൊരു വാർത്ത കേൾക്കുന്നതിനപ്പുറം അത് വിഷ്വലാക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ മനസ്സിൽ വരുന്ന വിഷ്വലിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ്. ചൊല്ലിക്കോട്ടെ. ഒരു മണ്ണ് മാന്തി തൻ കനിവിനായി കാതോർത്ത് ഒരു കുഞ്ഞു ജീവനിന്നവിടെയുണ്ട്, തിരയുന്നതൊഴിവാക്കി പിരിയുന്നതറിയാതെ മിഴിനീരുമായവൾ ബാക്കിയുണ്ട്. ഈന്തത്തണലുള്ള വീട്ടിലെന്നുമ്മയും ഉപ്പയും ഞാനും കഴിഞ്ഞിരുന്നു. 4 വർഷങ്ങൾ തികഞ്ഞൊരാ നാളെന്റെ ജന്മദിനം തന്നെയായിരുന്നു. കേക്ക് മുറിച്ചിട്ട് അയലത്തെ കൂട്ടുകാർ കരികിലേക്കണയാൻ കൊതിച്ചതാണ്. അഴകുള്ള സമ്മാന പൊതികൾ തുറന്നേറെ അതിശയം കൂറുവാൻ നിന്നതാണ്. ഉപ്പയോടൊട്ടൊന്ന് ഗാസയിൽ പോകുവാൻ ഉമ്മയും ഞാനും കൊതിച്ചതാണ്. കൊച്ചനിയൻ വന്നു ചേരുമെന്നും അന്നിച്ചിരി മുന്നേ ചിരിച്ചതാണ്. പൊട്ടിച്ചിതറുമെന്നോർക്കാതെ വാതിൽ തുറ
തുറക്കാൻ തുനിഞ്ഞതാണ്. ചൂടുള്ള പായസക്കിണ്ണവുമായി ഉമ്മ വാതിൽ പടി വരെ വന്നതാണ്. 4 മെഴുതിരി കത്തിച്ച കേക്കിന്റെ പാതിയും മണ്ണിൽ കുതിർന്നു പോയി. പുത്തനുടുപ്പിട്ട പാവക്കിടാവിന്റെ നെഞ്ചിൽ വാർപ്പിന്റെ കൂനയായി. 4ാം പിറന്നാളിനാരും വിളിക്കാതെ വന്നെത്തിയെല്ലാം തകർത്തുവല്ലേ. എൻ കൂരയിൽ വന്നു ബോംബിട്ടു നിങ്ങളുടെ യുദ്ധങ്ങളെല്ലാം ജയിച്ചുവല്ലേ. ഓരോ ദുരന്തം അന്നത്തെ വാർത്തകൾ മാത്രമായി മാറുന്ന കാലമല്ലേ. ഞങ്ങളെപ്പോലായിരങ്ങൾ മരിക്കുന്നതെല്ലാം വെറുമൊരു വാർത്തയല്ലേ. നിങ്ങൾക്കൊരിക്കലും സംഭവിക്കില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന നാട്യമല്ലേ. ഇന്നു ഞാൻ നാളെ എന്നുള്ള പരമാർത്ഥം ഓർത്തിരിക്കേണ്ടുന്ന വേളയല്ലേ. ഞങ്ങളെപ്പോലുള്ള മക്കളുടെ ശാപത്തിൽ യുദ്ധക്കൊതിയർ മുടിയുകില്ലേ. ഞങ്ങളെപ്പോലുള്ള മക്കളുടെ ശാപത്തിൽ യുദ്ധക്കൊതിയർ മുടിയുകില്ലേ.